ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മുറി ആരുടെ തങ്ങളെ? സമ്പാദിക്കുന്നത് കൃഷി ചെയ്യുന്നവര്. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? മേനോൻ എന്താ പറഞ്ഞു വരുന്നത്? അതായത് എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട്. മായമില്ലാത്ത കാർഷിക വിളകൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കിട്ടും. താൻ എന്താടോ പറഞ്ഞു വരുന്നത്? സൂര്യമംഗലം കോവിലത്തുള്ള ഒരു കച്ചവടക്കാരാണെന്നോ? അല്ല മാഡം. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇത് മഹാദേവവർമ്മയുടെ തറവാടാണ്. അദ്ദേഹത്തിന്റെ കാർന്നോമാര് തൊട്ട് ഇങ്ങോട്ട് ഈ ഞാൻ വരെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചവരും പ്രവർത്തിച്ചവരുമാ. കർഷകരെ പിഴിഞ്ഞ് ഞങ്ങൾ ആരും കാശുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ആദർശമുണ്ട്. അത് നന്മയും കരുണയുമാണ്. അയാള് പുതിയ കച്ചവടം കൊണ്ട് വന്നിരിക്കുന്നു. കുറുപ്പേ. ഓ മാഡം. ഇയാൾ ഇനി നമ്മുടെ സർവീസിൽ വേണ്ട. ഓ, എല്ലാ ഏർപ്പാടും തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ദേഷ്യപ്പെടല്ലേ മാഡം. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം. ദയവായി എന്നെ പിരിച്ചുവിടരുത്. തന്റെ സേവൻ ഇനി ഇവിടെ വേണ്ട. താൻ സൂര്യമംഗലത്തുകാരെ വെറും കച്ചവടക്കാരായിട്ട് കണ്ട ആളാ. ദുർബലർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിച്ചൊരു മന്ത്രിയുടെ വീടാ ഇത്. അത് താൻ ഓർത്തില്ല. തനിക്ക് പോകാം. ആ അമ്മമ്മേ, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തരാമോ? ഒരേ ഒരു അവസരം. പിന്നെന്താ, രാജു സംസാരിച്ചോളൂ. മേനോൻ സാറേ, ഒരാളുടെ വിയർപ്പിന്റെ വില കിട്ടേണ്ടത് അയാൾക്കാണോ അതോ അത് നോക്കി നിൽക്കുന്ന മറ്റുള്ളവർക്കാണോ? അതയാൾക്ക് തന്നെ. മണ്ണിൽ പണിയെടുക്കുന്നവരാ അവിടുന്ന് കിട്ടുന്ന വിളവുകളുടെ യഥാർത്ഥ അവകാശി അല്ലേ? അതെ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ നാട്ടിലുള്ള മിക്ക ആളുകളും ഈ കോവിലകത്തെ വിശ്വസിച്ച് ഇവിടുത്തെ പണിയെടുത്ത് ജീവിക്കുന്നവരാ. അവരെ ചതിക്കുന്ന ഒരു പ്ലാനും കൊണ്ടല്ലേ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നവരും ഇപ്പൊ ഉള്ളവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരല്ല. കഷ്ടപ്പെടുന്നവനെയും പാവപ്പെട്ടവനെയും സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അതാ ഇവിടുത്തെ സംസ്കാരം. മനസ്സിലായോ? ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിക്കണം മാഡം. അമ്മമ്മേ, എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യത്തേക്ക് ഇദ്ദേഹത്തോട് ക്ഷമിക്കണം. ഒരേ ഒരു പ്രാവശ്യത്തേക്ക്. ശരി, രാജു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. മേനം പൊയ്ക്കോളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മഹാദേവവർമ്മ സാറിന്റെ PA ആയിരുന്ന പ്രതാപവർമ്മ സാറ് വലിയ കഴിവുള്ള ആളായിരുന്നു. ആ പ്രതാപവർമ്മ സാറിന്റെ PA അതിലും വലിയ കഴിവുള്ള ആളാണല്ലോ. പുലിയാട്ടോ. ഇപ്പഴല്ലേ ഞാനും അറിയുന്നേ. ഇവന്റെ മുഖത്തെ ആ ഗ്രേസ് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഇവന്റെ തലയിൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന്. ഇവൻ എന്റെ കൊച്ചുമോൻ തന്നെ. അല്ല, രാജു സാറ് ഏത് കോലത്തെയാ? എന്താടോ, കോലോത്ത് ജനിച്ചാലേ കഴിവുള്ളവനാവുന്നുള്ള വിശ്വാസമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. കുറുപ്പ് എവിടെയാ ജനിച്ചത്? അത് ഞാനൊരു സാധാരണക്കാരന്റെ വീട്ടിലെയാ. എന്നാലേ എന്റെ കൊച്ചുമോനും ഒരു സാധാരണക്കാരന്റെ വീട്ടിലാ ജനിച്ചത്. നിങ്ങളെ കൂട്ടുകാരനാ ഇവന്റെ അച്ഛൻ. ഇവനെ വേണുവിന്റെ മകനാടോ കുറുപ്പേ? നമ്മുടെ ഡ്രൈവർ വേണുവിന്റെ മോനോ? ആ അതേടോ. ഓ എന്റെ ഈശ്വര. മാഡം പണ്ടൊരു ക്ഷിപ്രകോപിയായിരുന്നു. മാറ്റം വന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. എന്റെ ക്ഷിപ്രകോപം എന്നെ തന്നെ ഒന്ന് വേട്ടയാടിയില്ലേ കുറുപ്പേ? എന്റെ മകളെ ഞാനൊന്ന് കണ്ടിട്ട് 20 വർഷങ്ങളാകുന്നു. 20 വർഷങ്ങൾ.
അമ്മമ്മേ, അതൊക്കെ പോട്ടെ, കുട്ടികളുടെ മുറി കാണിച്ചു കൊടുക്കൂ കുറുപ്പേ. ഓ വരൂ വരൂ. അല്ല, ഇതുപോലുള്ള കോലങ്ങളെ പണ്ട് കൊല്ലും കൊലയൊക്കെ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെയും ഉണ്ടായിട്ടുണ്ടെന്ന് ചില പഴമക്കാർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ മഹാദേവർമ്മ സാറിന്റെ അച്ഛൻ തമ്പുരാന്റെ കാലം തൊട്ട് ഏതായാലും അതില്ല. മഹാദേവർമ്മ സാറൊക്കെ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. മറ്റുള്ളവരുടെ സങ്കടം കേട്ടാൽ അദ്ദേഹം കരയുമായിരുന്നു. ആ, അതായത് എന്റെ മുത്തശ്ശൻ അല്ലേ? ആ, ആ. ഒരു 100-150 വർഷം മുമ്പ് ഒരു തമ്പുരാനുണ്ടായിരുന്നു, ഒരു രാമരാജരാജവർമ്മ. ഭയങ്കരനായിരുന്നാ കേട്ടിട്ടുള്ളത്. കുതിരപ്പുറത്തെ സഞ്ചരിക്കും, ഇഷ്ടമില്ലാത്തവരെ കണ്ടാൽ ഉടനെ വെട്ടിക്കൊല്ലും. അത്ര പരമദുഷ്ടനായിരുന്നു അയാൾ. പ്രായമാകുന്ന പെൺകുട്ടികളെയൊക്കെ കോലോത്ത് എത്തിക്കണമെന്നായിരുന്നു ഇയാളുടെ കൽപ്പന. ശോ, എടാ ഭയങ്കര. ഒരിക്കൽ അങ്ങനെ വന്നു പെട്ടൊരു കൊച്ചു പെണ്ണ് ഈ ദുഷ്ട തമ്പുരാൻ മയങ്ങി കിടക്കുമ്പോ അയാളുടെ വാളുകൊണ്ട് തന്നെ അയാളെ വെട്ടിക്കൊന്നു. ആ, അയാൾക്ക് അത് തന്നെ വേണം. ഇങ്ങനെ പ്രാഗല്ലേ മാഡം? അതെ, മാഡത്തിന്റെ മുതുമുത്തശ്ശനാ. പക്ഷേ മരിച്ചിട്ടും ആ തമ്പുരാൻ മനുഷ്യർക്കാർക്കും സ്വസ്ഥത കൊടുത്തിട്ടില്ല. അമാവാസി വന്നു ചേരുന്ന മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ഈ തമ്പുരാന്റെ പ്രേതം ഇറങ്ങി കൊച്ചു പെമ്പിള്ളരെ പേടിപ്പിക്കാറുണ്ട്. ആ, ഈ തമ്പുരാന്റെ പ്രേതത്തിന് നാട്ടുകാരൊരു പേര് വിട്ടിട്ടുണ്ട്. ആ, അതെന്താ? കാമരാജൻ അറുകൊല. എന്തറുകൊല? എന്താ? കാമരാജൻ അറുകൊല. ആ, അല്ല, കാമരാജൻ അറുകലയാണോ? ഹേയ്, അത് ആന മര ഓടിച്ചതാ. നിങ്ങള് വാ. ഓ, പേടിച്ചുപോയി. ഈ മുറി ആരുടെ തങ്ങളെ? ചോദിച്ചത് കേട്ടില്ലേ? ഈ മുറി ആരുടേതാണെന്ന്. അപ്പോ മോക്ക് കഥകളൊന്നും അറിയില്ലേ? ഇല്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അതിപ്പോ അത് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോ പ്രതാപവർമ്മ സാറ് മോളോട് പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ലെങ്കിലേ. അതൊക്കെ ഒരു ചരിത്രമാണ്. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. എന്നോടൊട്ട് ചോദിക്കുകയും വേണ്ട. രണ്ടാൾക്കും അത് പതിയെ പതിയെ മനസ്സിലായിക്കൊള്ളും.